ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള റവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാട്ടോ. അപ്പോൾ നമ്മുടെ റവയും പഞ്ചസാരയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. മധുരമൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും നമ്മുടെ ഈ റെസിപ്പിയും ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഒരു കപ്പ് റവയെന്നും അതേപോലെ തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര ഉപയോഗിച്ചിട്ട് ഇത്രയധികം ബർഫി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയധികം ഹൽവ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. റവ ബർഫിന്നോ അല്ലാന്നുണ്ടെങ്കിൽ റവ ഹൽവാന്നോ എന്ന് വേണമെങ്കിലും നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. കണ്ടു നോക്കിയാലോ എങ്ങനെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്നിങ്ങ് അലിയിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരക്കപ്പ് പഞ്ചസാര മതിയാവും ഏകദേശം ഒരു കപ്പ് നമ്മൾ റവ എടുക്കാൻ നേരത്ത്. ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് ഈ പഞ്ചസാര ശരിക്കും ഒന്ന് ഇങ്ങ് അലിയിച്ചെടുക്കണം. ഇങ്ങനെ ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട, നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് തിളച്ച് ആ വെള്ളത്തിൽ ശരിക്കും ഒന്നിങ്ങ് അലിഞ്ഞു വന്നാൽ മാത്രം മതി. അങ്ങനെ പഞ്ചസാരയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തിളച്ച് ആ വെള്ളത്തിൽ ശരിക്കും ഒന്നിങ്ങ് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഗ്യാസ് നമുക്കങ്ങ് കുറച്ച് വയ്ക്കാം. അതിനുശേഷം കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ പഞ്ചസാരയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ ഈ റവ ബർഫിക്ക് ആ പഞ്ചസാരയുടെ ഒരു സ്വീറ്റ്നെസ്സും കിട്ടും, അതേപോലെ തന്നെ നമ്മുടെ ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ഇതും കൂടി ചേർത്ത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണേ, നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരൊറ്റ മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ച് നമുക്ക് എടുക്കാം. ഒരുപാട് നേരമൊന്നും വെക്കണ്ട, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും കൊണ്ട് കുറുകി പോകും. ഒരൊറ്റ മിനിറ്റ് ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ച് എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതിയാവും. കണ്ടോ, നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് ശരിക്കും ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. ആ വലിയ തീ ചൂടൊന്ന് ആറാനായിട്ട്, അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ചേരുവയായിട്ടുള്ള റവയൊന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് റവ. അപ്പോൾ 1 കപ്പ് റവ എടുക്കുമ്പോഴാണ് നമ്മൾ അര കപ്പ് പഞ്ചസാര എടുത്തത് കേട്ടോ. ഒരുപാട് മധുരമൊന്നുമില്ല, പാകത്തിനാണ്. ഇപ്പോൾ കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ, നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ്. വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും നല്ലതാണ്, എന്നാലും ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നമ്മുടെ ഈ റവയിലേക്ക് നന്നായിട്ടൊന്ന് ചൂട് കയറി വരുന്നവരെ ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരുമിച്ച് ചേർക്കേണ്ട, ഇതേപോലെ ഓരോരോ ടേബിൾ സ്പൂൺ വീതം വെച്ച് 3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ചേർത്ത് കൊടുത്തിരിക്കുന്ന നെയ്യ് റവയോട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സായിട്ട് വരണം. ഗ്യാസ് ഏറ്റവും കുറച്ച് തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ. നന്നായിട്ട് നമ്മുടെ റവയും നെയ്യൊക്കെ ഒന്ന് മിക്സായി വന്നപ്പോൾ അടുത്ത ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമ്മളങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി എല്ലാം കൂടി ചേർത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതിയാവും. ശരിക്കും ഒന്ന് ചൂടായതായി ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന നമ്മുടെ പഞ്ചസാര പാനിയുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വലിയ ചൂടൊക്കെ ഒന്ന് അറിയണ്ടേ, എന്നിട്ട് തീരെ അങ്ങ് തണുത്തൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനിയും കൂടി ചേർത്ത് റവയായിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കുക. ഗ്യാസ് ഒരു മീഡിയത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചാൽ മതി. കുറച്ചും കൂടി നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഞാൻ ഫോട്ടോയ്ക്ക് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള നമ്മുടെ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ ഫുഡ് കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ കളറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതേപോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന ആ ഒരു പരുവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇത് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ ആ പഞ്ചസാര പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി ശരിക്കും ഇതേപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പാനിൽ നിന്നൊക്കെ നന്നായിട്ടങ്ങ് വിട്ട് വന്നോളും. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് സെറ്റാക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലൊരു പാത്രത്തിലേക്ക് നെയ്യൊക്കെ നന്നായിട്ടൊന്ന് വറ്റി നമ്മൾ ബർഫി അല്ലെങ്കിൽ നമ്മുടെ ഹൽവ ഒന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക.
ഇനിയിപ്പോൾ ഇതേപോലൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഒതുക്കി ശരിക്കും ഒന്ന് ലെവലാക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ മുഴുവനൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് കാണാൻ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതെങ്കിലും കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാഷ്നട്ട് ആണെങ്കിലും കുഴപ്പമില്ല, പിസ്ത ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കയ്യിലുള്ള ഏതാണോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് പ്രസ്സാക്കി ഒന്നിങ്ങ് ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഇത് 1 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് മാറ്റി വയ്ക്കുക. നന്നായിട്ടൊന്ന് തണുത്ത് വരണം. അപ്പോൾ ശരിക്കും ഒന്ന് തണുത്ത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ അങ്ങ് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് തണുക്കട്ടെ. അങ്ങനെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. നമുക്ക് നേരെ അങ്ങ് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ സാധാരണ നമ്മൾ ബർഫിയൊക്കെ കിട്ടുന്ന ആ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് നമുക്ക് ഓരോന്ന് ഒട്ടും തന്നെ പൊടിഞ്ഞൊന്നും പോകാതെ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്വീറ്റായിട്ടുള്ള റവ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് മധുരമൊന്നുമില്ല. നമ്മൾ ആകെ 1/2 കപ്പ് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാരയും റവയും ആ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടിയൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൊണ്ട് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കിതുപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.